34-കാരിയായ ഐശ്വര്യലക്ഷ്മി തെന്നിന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നായിക നടിയായി മാറിക്കഴിഞ്ഞു. പൊന്നിയിൻ സെൽവനു ശേഷമാണ് തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നടിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത്. 9 വർഷമായി തെന്നിന്ത്യൻ സിനിമയുടെ ഭാഗമാണെങ്കിലും ഗോസിപ്പുകളിലൊന്നും നടി അധികം ചെന്നുപെട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയം ഐശ്വര്യലക്ഷ്മിയും ചില ഫോട്ടോകളുമാണ്. താരം ബോളിവുഡ് നടനും സംവിധായകനുമായ കയോസ് ഇറാനിയുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് റെഡിറ്റിലടക്കം പ്രചരിക്കുന്നത്. താരം ഇറാനിക്കൊപ്പം ചില ഫംഗ്ഷനുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ബോളിവുഡിലെ മുതിർന്ന നടനും കൊമേഡിയനുമായ ബൊമൻ ഇറാനിയുടെ മകനാണ് കയോസ് ഇറാനി. ഇരുവരുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കയോസും ഐശ്വര്യയും കുറച്ചുകാലമായി പ്രണയത്തിലാണ്. പതിയെ അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായ ഘട്ടത്തിലേക്ക് വളർന്നിരിക്കുന്നു. വ്യക്തിജീവിതം ഇരുവരും സ്വകാര്യമായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും അടുത്തറിയുന്നവർ പറയുന്നത് അവർ പരസ്പരം ഏറെ പ്രതിബദ്ധതയോടെയാണ് ഈ ബന്ധത്തെ കാണുന്നതെന്നാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഐശ്വര്യയെ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബോളിവുഡ് സുഹൃത്ത് വലയങ്ങൾക്കും കയോസ് ഇറാനി ഇതിനോടകം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായും ഉറപ്പായ ശേഷമാണ് അദ്ദേഹം കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഐശ്വര്യയെ പരിചയപ്പെടുത്തിയതെന്നും ബോളിവുഡ് സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഐശ്വര്യയുടെ കുടുംബാംഗങ്ങളെയും അടുത്ത സുഹൃത്തുക്കളെയും കയോസ് ഇതിനോടകം കണ്ടുമുട്ടിയതായും ഇത് ബന്ധം കൂടുതൽ ഗൌരവമുള്ള ഘട്ടത്തിലെത്തിയെന്ന സൂചനയായും വിലയിരുത്തപ്പെടുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ ഈ ബന്ധത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്തിടെ നടന്ന ആകാംക്ഷ രഞ്ജന്റെ വിവാഹ ചടങ്ങിൽ ഇരുവരും ഒരുമിച്ചെത്തിയതോടെ പ്രണയ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി. ചടങ്ങിലുടനീളം ഇരുവരും ഒന്നിച്ചാണ് സമയം ചെലവഴിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ചടങ്ങിൽ നിന്നുള്ള ഇരുവരുടെ ഫോട്ടോകളും പുറത്തു വന്നിട്ടുണ്ട്. വിവാഹ ചടങ്ങിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ജോഡികളിലൊന്നായി ഇവർ മാറിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. വ്യക്തിപരമായ ബന്ധത്തിനൊപ്പം പ്രൊഫഷണൽ തലത്തിലും ഇരുവരും ഒന്നിക്കുമെന്ന അഭ്യൂഹങ്ങളും സിനിമാ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. കയോസ് ഇറാനിയുടെ വരാനിരിക്കുന്ന ഒരു ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചേക്കുമെന്നാണ് സൂചനകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. കയോസോ ഐശ്വര്യയോ ഇതുവരെ പ്രണയ അഭ്യൂഹങ്ങളോട് പൊതുവേദിയിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വിവാഹം വേണ്ടെന്ന തീരുമാനം പുനരാലോചിക്കുമെന്ന് ഐശ്വര്യലക്ഷ്മി പറഞ്ഞിരുന്നു. പ്രണയത്തിലായതുകൊണ്ടാണോ നടി അങ്ങനെ പറഞ്ഞതെന്ന സംശയവും ആരാധകർക്കുണ്ട്. പാരന്റ്സ് ആഗ്രഹിക്കുന്നത് പോലെ പലതും ചെയ്തു എന്നതിനൊപ്പം അവർ ഒരുപാട് എതിർക്കുന്ന കാര്യങ്ങളും താൻ ദിവസേന ചെയ്യാറുണ്ട്. അവർക്ക് തലവേദനയുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് സ്ഥിരമാണ്. പക്ഷെ ഇന്നും ഒരു വിവാഹബന്ധം നിലനിൽക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ ഗാട്ട ഗുസ്തി 2 എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം തനിക്കുണ്ടായി. കാരണം ആ സിനിമയിൽ താൻ ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. ആ കുട്ടിയുമായുള്ള ബന്ധം താൻ ശരിക്കും ആസ്വദിച്ചിരുന്നു. അതുവരെ തനിക്കൊരു കൊച്ചുകുട്ടിയുമായുള്ള ഇന്ററാക്ഷൻ ഇത്രയടുത്ത് ഉണ്ടായിരുന്നില്ല. ഒരു അമ്മയായി അഭിനയിക്കുമ്പോൾ തന്നിലൊരു അമ്മയുണ്ട് എന്ന് താൻ അറിഞ്ഞ് ഒരു അമ്മയാവണം എന്ന ആഗ്രഹമുണ്ടായി. ആ ഒരു വികാരം തനിക്കുണ്ടായപ്പോൾ നേരത്തെ വിവാഹത്തെക്കുറിച്ച് താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം താൻ വീണ്ടും ചിന്തിച്ചു എന്നാണ് ഐശ്വര്യലക്ഷ്മി പറഞ്ഞത്.